കർത്താവെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന 10,000-ങ്ങളുണ്ട്. സാക്ഷ്യം പറഞ്ഞു പോയവരുണ്ട്, സാക്ഷ്യം പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരുണ്ട്. എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്നു. നൈറ്റ് ആൻഡ് റിപ്പയർ റിക്വസ്റ്റ്, ഓൺലൈൻ ഉടമ്പടി, അങ്ങനെ കൃപാസനത്തിൽ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നവരെ, ഉടമ്പടി എടുക്കാൻ പോകുന്നവരെല്ലാവരെയും കർത്താവെ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് പോകുന്ന വഴികളെ സമർപ്പിക്കുന്ന കർത്താവെ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കർത്തവ്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാവിധ ഇടപാടുകളെയും സമർപ്പിക്കുന്ന കർത്താവെ, രോഗികളെ സമർപ്പിക്കുന്ന കർത്താവെ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ സ്വച്ഛ പ്രാർത്ഥിക്കുന്ന കർത്താവെ, മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമില്ലാതെ വിഷമിക്കുന്നവർ സ്വച്ഛ പ്രാർത്ഥിച്ചു കർത്താവെ, ഓരോ സാമ്പത്തികമായ കുരുക്കുകൾ, ജീവിതത്തിൽ ജോലി ഇല്ലാത്തവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ഉള്ള ജോലി നഷ്ടപ്പെട്ടവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ, അത് തന്നെ പരസ്പരം മിണ്ടാതിരിക്കുന്നവർ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മത്സരമുള്ളവർ, പരസ്പരം വിഷമിച്ച് കുടുംബത്തിൽ ഒരു ആശ്രയമില്ലാതെ വരുന്നവർ, പഴയ ഭർത്താക്കന്മാർ തന്നെ പരസ്പരം കല്യാണം കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാതെ അവരുടെ ഭാരങ്ങൾ, അവർ കല്യാണം കഴിക്കുന്ന മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഭാരങ്ങൾ കല്യാണ ജീവിതം തന്നെ അവർക്ക് നൽകിയതിൻ്റെ പേരിൽ എന്തിനാണ് കല്യാണം കഴിക്കേണ്ടിയിരുന്നത് നിരാശപ്പെടുന്നവർ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, മക്കളുടെ ദുർനടപ്പുകളും ചീത്തമായ ബന്ധങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടുന്നവർ, അങ്ങനെ വ്യത്യസ്തമായ സംഘടന അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും പരീക്ഷയെ അഭിമുഖീകരിക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ പഠനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർ, ഇങ്ങനെ ഓരോരോ ജീവിത മാർഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ സംഘടന അനുഭവിക്കുന്നവരെ എല്ലാവരും സ്വന്തപ്രവർത്താവി കർത്താനത്തെ പിരിഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നവരെ സ്വന്തപ്രവർത്താവി പരസ്പരം ചെന്ന് ചില ഏടാകൂടമായ ബന്ധങ്ങൾ ചെന്ന് ചടയതിൻ്റെ പേരിൽ അത് മറച്ചു വെക്കാൻ വേണ്ടി ജീവിതഭംഗങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പലതരത്തിലുള്ള വിഷമസന്ധികളിൽ ആധ്യാത്മികമായ അന്ധകാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, ദൈവത്തെ മറന്നു ജീവിക്കുന്നവർ, പ്രാർത്ഥനാ ജീവിതം തണുത്തു പോയവർ, വിശ്വാസം കർത്താവെ പലതരത്തിൽ കർത്താവ് ക്ഷയിച്ചു പോയവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരുണ ഈ നിമിഷം മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ദിവസത്തെ ഇപ്പോൾ ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദേവമാതാവ് നിൻ്റെ വഴികളെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ സന്നദ്ധമായ സൈന്യത്തിൽ നിൽക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധ സർവീസരെ നയിക്കുവാൻ.